എന്തെന്ന് മനസ്സിലാക്കിയത് സാറിനോട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ ഗുരുവിന് ഒരു നല്ലൊരു ബന്ധം, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എന്നെ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്താം. ഏതാണ്ട് രാത്രി 2 മണി കഴിഞ്ഞ പരുവത്തിലാണ് എല്ലാവരും. നല്ല ഉറക്കം. ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും നല്ല ഉറക്കമുണ്ട്. എന്തായാലും എൻ്റെ കഥയൊന്നും നല്ല കഥയല്ലേ, ഇതിലൊരു ചെറിയ രീതിയിൽ എന്നെ പരിചയപ്പെടുത്തിയത്. ഞാൻ 1963-64 കാലത്തൊട്ട് എൻ്റെ അച്ഛൻ്റെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് കൃഷി ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ പഠിച്ചിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ജോലി കിട്ടി, പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞത് പറ്റുമോ? പക്ഷെ എൻ്റെ ഫാദറിന് പോലെ എൻ്റെ ഫാദറിന് ഇഷ്ടമില്ലായിരുന്നു. ഫാദർ എൻ്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുക്കുന്നതാണ്. പിന്നെ അച്ഛനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ കൃഷിയിൽ അങ്ങനെ നിന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്കിങ്ങനെ ജോലിയെല്ലാം കിട്ടി. ജോലി തുടർന്നിരിക്കും തന്നെ ഞാൻ 1981 വിദേശത്ത് പോയി. പിന്നെ അത് തിരിച്ചു വരുന്നത് 2001. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു വിനോദം കൃഷിയായിരുന്നു. കൃഷി ചെയ്തു. പക്ഷെ എൻ്റെ ഫാദർ രാസവള കൃഷിയല്ലായിരുന്നു, ദൈവ കൃഷി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കാലം മാറിയതോടെ ആ ഫാദറിൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി രാസവളം ഉപയോഗിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഞാനും രാസവളവും നല്ല രീതിയിൽ കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചു. പിന്നെ അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞ് ഞാൻ 2001 തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടി. കുറച്ച് കാര്യങ്ങൾ ക്ലാസ് കേട്ട ശേഷം ഞാൻ വരില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ കൃഷിയിൽ നിന്ന് സമയം ചെലവഴിക്കാൻ എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. കാലത്ത് 4 മണി മുതൽ രാത്രി 10 മണി വരെ ജോലിയാണ്. ഇപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് ഇല്ല. കാരണം ഏത് രീതിയിൽ കൃഷി ചെയ്യാം, നമുക്ക് വേണ്ട നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ. രണ്ടാമത് ഞാൻ ഒരു ദിവസം ഓരോ തരം വെറൈറ്റിയുള്ള മിനിമം 1 ടൺ പച്ചക്കറി മാർക്കറ്റിൽ എത്തിക്കുക. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ചേർത്തല മാർക്കറ്റിൽ എത്തിയാൽ എല്ലാ കടകളിലും കൊടുത്തു തീർക്കാനാണ് ഒരാൾ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളും 11 ഏക്കറോളം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാതിരിക്കണം. കാരണം ഉൽപ്പാദിപ്പിച്ചാൽ വിറ്റഴിക്കാൻ മാർഗ്ഗമില്ല. പിന്നെ നമ്മൾ ജൈവ രീതിയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വില സാധാരണ ഈ വിഷം അടിച്ചു വരുന്നതിനും നമുക്കെല്ലാം ഒരേ വിലയാണ് കിട്ടുന്നത്. ഇപ്പോൾ 36 രൂപ മുടക്കി കപ്പലിൻ്റെ പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് 1 കിലോ പിന്നെ വാങ്ങിക്കാനും പടം അല്ലെങ്കിൽ 5 കിലോ 6 രൂപ വിലയ്ക്ക് നമുക്ക് വിൽക്കുകയെന്ന് വെച്ചാൽ അത് വളരെ സാഹചര്യമാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. നമുക്ക് കുറഞ്ഞ രീതിയിലുള്ള സാധനങ്ങൾ കിട്ടാനുള്ള മാർക്കറ്റ്. ഞാനങ്ങനെ തമിഴ്നാട്ടിൽ പോയി കോഴിവളം വളരെ ചീപ്പായിട്ടുണ്ട്. ഒരു ടണ്ണിന് 1000-1500 രൂപ വിലയ്ക്ക് കിട്ടും. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു വർഷം 34 ടണ്ണ് വളർത്തോളം വേണ്ടി. കുറച്ചെടുത്തിട്ട് കൃഷി ചെയ്തതിൻ്റെ ബാലൻസ് ഭാഗം മറ്റേ എല്ലാ ചുറ്റുപാടുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. പിന്നെ മണ്ണിൻ്റെ pH നിലനിർത്താൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞ കക്ക, നമ്മുടെ ഇവിടുന്ന് ധാരാളം കക്ക ഇവിടുന്ന് കയറി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ഇത് പൊടിച്ചതിൻ്റെ വേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞ് പൊടിച്ചതിൻ്റെ വേസ്റ്റ് കിട്ടും. വേസ്റ്റ് സാധാരണ അവിടെ പുറത്ത് ദൂരെ കളയുകയാണ്. പിന്നെ ചില വളം കമ്പനികൾ അവരെടുക്കുന്നുണ്ട്, അത് 90 പൈസ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എവിടെ കിട്ടും എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അത് കിട്ടാവുന്ന സാഹചര്യത്തിൽ ഞാൻ ആ സ്ഥലം കണ്ടുപിടിച്ച് 90 പൈസ വെച്ച് ഇവിടുന്ന് നമുക്ക് കയറ്റി പോകുന്ന കക്കയ്ക്ക് 3 രൂപ 60 പൈസ ചെലവ്. തമിഴ്നാട്ടിൽ നിന്ന് 90 പൈസ വെച്ച് 1 കിലോ കക്ക പൊടിച്ചത് കിട്ടാൻ ചാൻസ് ഉണ്ടാക്കിയിട്ട് ഞാനത് ടണ്ണ് കണക്കിന് കക്ക പൊടി വീട്ടിലിറങ്ങി കൃഷിയാണ്. പൊടിക്കക്ക കോഴി വളർത്തി കോഴിക്ക് ഫുഡുണ്ടാക്കുന്ന ഫാക്ടറികളിലെ എല്ലാ ഫാക്ടറികളിലും ഈ പൊടി സുലഭമായിട്ട് കിട്ടും. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അവരോടൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ വളരെ കൂടിയ വിലയ്ക്ക് കിട്ടുമല്ലോ. ഞാനിത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു സാധാരണ 1 ലോഡ് കോഴിവളം 15 ടണ്ണ് 17 ടണ്ണ് വരെ കൊണ്ടു ഇവിടെ കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കച്ചവടത്തിന് വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ആവശ്യക്കാർക്ക് എൻ്റെ അതുപോലെ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ഞാൻ പിന്നെ ജൈവ കൃഷി ചെയ്താൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം വളരെ സൂക്ഷിച്ചു പോകുന്നത് തോന്നുന്നുണ്ട്. അത് വെറുതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലും ഭാവത്തിലും ഭംഗിയിലും ക്വാണ്ടിറ്റിയൊക്കെ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഒരു ദിവസം ഈ ഡീസൽ സാധാരണ കോട്ടയം ഡിസ്ട്രിക്റ്റുകാരുടെ ഉപയോഗിക്കാത്തൊരു സാധനം അല്ലേ. എൻ്റെ വൈറ്റ് ഹൗസ് കോട്ടയം ആർക്കുണ്ട്. അപ്പോൾ അവരൊക്കെ ആർക്കും പ്രിപ്പയർ ചെയ്യാൻ അറിയാൻ പാടില്ല. ഇത് നല്ല രീതിയിൽ നമുക്ക് കരുവിക്കാനും അതുപോലെ തന്നെ നമ്മൾ വാഴയ്ക്ക പോലെ ഉണ്ടാക്കിയ രീതിയിൽ പൊടിച്ചെടുക്കാൻ നല്ല ടേസ്റ്റോടുകൂടി. പിന്നെ ജൈവ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിന് പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ്. ഒരു ദിവസം 1000 കിലോയിലധികം പീച്ചിൽ ഞാൻ ഒരു ദിവസം പറിക്കാറുണ്ട്. അതുപോലെ തന്നെ പാവലും പടവലും എല്ലാം
പ്രത്യേകിച്ച് ഞങ്ങളുടെ മണ്ണ് കയ്യിലെടുത്തതിൻ്റെ ഊതിയെ പറന്നു പോകും. അത്രത്തോളം മോശമായ മണ്ണാണ്. ഇതുപോലെയുള്ള മണ്ണിലെല്ലാം കൃഷി ചെയ്താൽ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിൽ കൂടുതൽ കിട്ടും. അപ്പോൾ ഈ കാർഷിക രീതി മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുകയെന്നൊന്നും വേണ്ട. എനിക്കൊരുമാതിരി ന്യായമായ വരുമാനം കൃഷി, ന്യായമല്ല അന്യായമായ വരുമാനം. ഞങ്ങൾ പിന്നെ ജോലിക്കാർ രണ്ടുപേരുമാണ്. എൻ്റെ കൂട്ടത്തിൽ ഒരാളാണ് ജോലിക്ക്, ഞാനും ആയാലും കൂടിയാണ് ജോലി ചെയ്യുന്നത്. നടക്കുമ്പോഴല്പം കൃത്യമായിട്ട് നടക്കുമ്പോൾ കാലത്ത് 4 മണി മുതൽ രാത്രി 10 മണി വരെ കഠിനമായ ജോലിയില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇതൊരു തമാശയായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ അടുത്ത ഓണക്കാലയളവിൽ ഞങ്ങൾ കൃഷി ചെയ്ത ഇപ്പം ദിവസമായിട്ട് കൃഷി ചെയ്ത 2 പേരാണ്. പിന്നെ കൃഷി ചെയ്യുന്ന രീതികളെല്ലാം